പേര് ഞാൻ പറയണോ? സിദ്ദീഖിനെ ഇരുത്തിക്കൊണ്ട് IC അപ്പുറത്ത് വരൂല്ലേ? അതൊന്നും ഞാനിപ്പോ പറഞ്ഞില്ലേ? ഞാൻ പറഞ്ഞില്ലേ, കോൺഗ്രസ് ഹൈക്കമാൻഡാ തീരുമാനിക്കുന്നത്. കോൺഗ്രസ് MLA-മാരുടെ ഒപ്പീനിയൻ ചോദിക്കും. ഇങ്ങനെയാണ് ഇതിനോടുള്ള കീഴ്വഴക്കം. ദാറ്റ്സ് എ വെൽ എസ്റ്റാബ്ലിഷ്ഡ് പ്രൊസീജിയർ ഫോർമുല ദാറ്റ് വിൽ ബി അഡോപ്റ്റഡ്. അതാണ് അതിൻ്റെ അകത്ത് പറയാം. പേര് ഞാൻ പറയണോ? സിദ്ദീഖിനെ ഇരുത്തിക്കൊണ്ട് IC അപ്പുറത്ത് വരൂല്ലേ? മറ്റൊരു വലിയ വിവാദമായിട്ടുള്ളത് നിങ്ങളുടെ വീടിന്റെ നിർമ്മാണം സംബന്ധിച്ചാണ്. തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ വലിയ ചർച്ചയായിട്ടുണ്ടാകുന്നത് വീട് പണി തുടങ്ങാൻ വേണ്ടി കഴിയുന്നത് പൂർണ്ണാവസ്ഥയിലാവുക. ഒന്ന് നിങ്ങൾ ആ കാര്യം ചോദിച്ചത് നന്നായി. ഞങ്ങളെ വീടിന്റെ കാര്യത്തിൽ ഞങ്ങൾ കൃത്യമായും വ്യക്തമായിട്ടും കാര്യങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട്. ഒന്ന്, കോൺഗ്രസ് പാർട്ടിയും ഈ വയനാട് ദുരന്തമുണ്ടായ ആ ദിവസം രാത്രി മുതൽ ദുരന്തമുഖത്ത് ജനങ്ങൾക്ക് രക്ഷാപ്രവർത്തനവും അതുപോലെ പുനരധിവാസ പ്രവർത്തനത്തിനും നേതൃത്വം നൽകിയ ജനപ്രതിനിധികളാണ്. ഞാനെന്ന് വരുമ്പോൾ അന്ന് ഞാൻ KPC പ്രസിഡന്റ് അല്ല. പക്ഷെ സമീപ ജില്ലയിലെ ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ ഞാൻ കൽപ്പറ്റയിൽ വരുമ്പോൾ, മുണ്ടക്കയിലെത്തുമ്പോൾ സിദ്ദീഖിനെ നനഞ്ഞ് ചെളിയിൽ പൂണ്ട സിദ്ദീഖിനെയാണ് എനിക്ക് കാണാൻ സാധിച്ചത്. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിനെ അങ്ങനെയാണ് കാണാൻ സാധിച്ചത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിനെ അങ്ങനെയാണ് കാണാൻ സാധിച്ചത്. IC ബാലകൃഷ്ണൻ MLA അങ്ങനെയാണ് കാണാൻ സാധിച്ചത്. ഡേ 1 മുതൽ എല്ലാ പ്രവർത്തനങ്ങളിലും ഗവൺമെന്റുമായിട്ട് സഹകരിച്ചുകൊണ്ട് രാഹുൽ ഗാന്ധി MP എന്ന നിലയിൽ, പിന്നീട് പ്രിയങ്കാജിയും എല്ലാവരും സർക്കാരിനോട് സഹകരിക്കുക. പ്രതിപക്ഷ നേതാവ് VD സതീശനും പാഞ്ഞെത്തി പറന്നെത്തി എല്ലാ കാര്യങ്ങളിലും സഹകരിക്കുക ചെയ്തത്. ഗവൺമെന്റിന്റെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഞങ്ങൾക്കെല്ലാം കഴിയുന്ന തരത്തിൽ ഞങ്ങൾ സഹകരിച്ചിട്ടുണ്ട്, സംഭാവന ചെയ്തിട്ടുണ്ട്. MLA-മാര് 50,000 രൂപ ഒരു MLA-യുടെ ശമ്പളം. പലർക്കും ആ ശമ്പളം തികച്ചു കിട്ടുന്നില്ല. കാരണം കാറിന്റെ ലോൺ എടുക്കും, വീടിന്റെ ലോൺ എടുക്കും. എങ്കിലും ആ ശമ്പളം തികച്ചു കിട്ടാത്തവർ ആ ശമ്പളം തികച്ച് സർക്കാരിന്റെ ദുരിതാശ്വാസ നിധിയിലേക്ക് അടച്ചിട്ടുണ്ട്. കോൺഗ്രസിന് ഭരണമുള്ള സംസ്ഥാന ഗവൺമെന്റുകൾ, കർണാടകത്തിലെ ഗവൺമെന്റും തെലങ്കാനയിലെ ഗവൺമെന്റും, രാഹുൽ ഗാന്ധിക്ക് നേരിട്ടറിയുന്ന, അദ്ദേഹം പ്രാതിനിധ്യം ചെയ്ത ഒരു വയനാട്ടിലെ ദുരന്തത്തിൽ കോൺഗ്രസ് പാർട്ടി ആസ് എ ഹോൾ, അഖിലേന്ത്യാ നേതൃത്വം, സംസ്ഥാന ഗവൺമെന്റുകൾ എല്ലാവരും കേരളത്തിലെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളെയും പുനരധിവാസ പ്രവർത്തനങ്ങളെയും കാര്യമായിട്ട് സഹായിച്ചിട്ടുണ്ട്. കേന്ദ്ര ഗവൺമെന്റ് പ്രതീക്ഷയ്ക്കനുസരിച്ചും ആവശ്യങ്ങൾക്കനുസരിച്ചും ഉയർന്നില്ല എന്ന വലിയ ആക്ഷേപവും ഞങ്ങൾ ഉയർത്തിയിട്ടുണ്ട്. പാർലമെന്റ് മെമ്പർമാർ, പ്രതിപക്ഷ നേതാവ് രാഹുൽജി ഉൾപ്പെടെ പാർലമെന്റിൽ ആ വിഷയം ഉയർത്തിയത് വളരെ വികാരത്തോടെയാണ്. പ്രിയങ്കാജി അത് ഏറ്റെടുത്ത് വളരെ വികാരത്തോടെയാണ്. ഞാൻ സിദ്ദീഖ് നിയമസഭയിൽ അടിയന്തര പ്രമേയം കൊണ്ടുവന്ന് ചർച്ച ചെയ്ത് ഞാൻ ഓർമ്മിക്കുകയാണ്. കണ്ടമടറിക്കൊണ്ടാണ് സിദ്ദീഖ് ആ വിഷയം സംസാരിച്ചത്. അപ്പം ഞങ്ങളെല്ലാ സ്റ്റേജിലും സഹകരിച്ചിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ പാർട്ടി എന്ന നിലയിൽ കോൺഗ്രസ് വീടുകൾ നിർമ്മിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോയിട്ടുണ്ട്. അതിന് സ്ഥലലബ്ധി ഒരു പ്രധാനപ്പെട്ട വിഷയമായിരുന്നു. ഗവൺമെൻറ്റിനെ ഞങ്ങൾ അപ്രോച്ച് ചെയ്തു. ഗവൺമെൻറ് സ്ഥലം തന്നില്ല. പിന്നീട് സ്ഥലം ഐഡൻറ്റിഫൈ ചെയ്യണം. ഇപ്പോൾ ആ സ്ഥലം പർച്ചേസ് ചെയ്തു. അതിൻ്റെ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് അതിൻ്റെ കണക്ക് തെറ്റായ രൂപത്തിൽ പ്രചരിപ്പിച്ച സമയത്ത് ഞങ്ങൾക്ക് ആ പ്രചരണം കാര്യങ്ങൾ തെളിച്ചു പറയാൻ എത്ര പൈസ ഞങ്ങൾക്ക് കിട്ടിയ പൈസ പ്ലസ് യൂത്ത് കോൺഗ്രസ് സമാഹരിച്ച പൈസ, അതുകൂടാതെ ആ ഫണ്ടിലേക്ക് വന്ന പൈസ, യൂത്ത് കോൺഗ്രസ് സമാഹരിച്ച പൈസ കൂടാതെ KPCCയുടെ മറ്റ് ഫണ്ടിൽ നിന്നുകൂടി അതിൻ്റെ അകത്ത് പണം ചെലവഴിച്ചുകൊണ്ടാണ് ഇതുവരെയുള്ള പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോയത്. ഇനിയും താമസം വിന അതിൻ്റെ പ്രവർത്തനങ്ങളിലേക്ക് സജീവമായിട്ട് കടന്നു പൂർത്തീകരിക്കും. ഇല്ലില്ല, ഞങ്ങളത് ക്ലാരിറ്റി കൊടുക്കേണ്ട ഒരു സമയമില്ലല്ലോ. നിങ്ങൾ പയ്യന്നൂരിൽ കുഞ്ഞികൃഷ്ണൻ ഉയർത്തിയതുപോലെ രക്തസാക്ഷി ഫണ്ടിലെ തിരിമറി ഏതെങ്കിലും മാർക്സിസ്റ്റ് പാർട്ടിയുടെ ആളുകൾ അത് കണക്ക് പറഞ്ഞിട്ടുണ്ടോ? ആ കുഞ്ഞികൃഷ്ണനെ പാർട്ടി പുറത്താക്കിയ ചെയ്ത്. ഞങ്ങളെ സംബന്ധിച്ച് രക്തസാക്ഷി മാർക്സിസ്റ്റ് പാർട്ടിക്കകത്തുണ്ടായ രക്തസാക്ഷി തിരിമറി ഫണ്ടും ശബരിമല കൊള്ളയും അയ്യപ്പ സംഗമത്തിൻ്റെ മറവിൽ നടന്ന രണ്ടാമത്തെ തീവട്ടിക്കൊള്ളയും എല്ലാം മറച്ചു പിടിക്കാൻ അവർ ഇത് ഒരു പുകമറയാക്കി കൊണ്ടുവരാൻ ശ്രമിച്ചു. അപ്പം തന്നെ ഞാൻ തന്നെയാണ് അതിൻ്റെ കണക്കുകൾ KPCCയിൽ നിന്ന് അതിൻ്റെ കണക്കുകൾ ശേഖരിച്ച്, ബാങ്കിൽ നിന്ന് അതിൻ്റെ കണക്കുകൾ ശേഖരിച്ച്, ഞങ്ങൾക്ക് ഇത്ര പൈസ ഞങ്ങൾ കളക്ട് ചെയ്തു, ഇത്ര പൈസ യൂത്ത് കോൺഗ്രസ് ആ ഫണ്ടിലേക്ക് തന്നു, ഇത്ര പൈസ അതിനേക്കാൾ കൂടുതൽ 1 കോടിയോളം രൂപ ഞങ്ങൾ ചെലവഴിച്ചു എന്ന ക്രിസ്റ്റൽ ക്ലിയർ
വ്യക്തമായ സത്യസന്ധമായ ക്രിസ്റ്റൽ ക്ലിയർ കണക്ക് ഞങ്ങൾ ജനങ്ങളുടെ മുമ്പിൽ ബോധിപ്പിച്ചിട്ടുണ്ട്. അതിനെല്ലാം വിലയിരുത്തിക്കൊണ്ട് കൽപ്പറ്റയിലും വയനാട്ടിലും കേരളത്തിലും ജനങ്ങൾ വിധിയെഴുത്ത് നടത്തും. സർക്കാരിന് നമുക്കറിയാമല്ലോ, ഇത്രയും കാലമായില്ലേ, എല്ലാവർക്കും കാലതാമസം ഉണ്ടാവും. ഞാനതിൽ സർക്കാരിനെയും അങ്ങനെ ഞാനിപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകുന്നില്ല. കാരണം ഇത് ഞാൻ പറഞ്ഞ കാര്യം എല്ലാ നടപടികളും പൂർത്തീകരിച്ചുകൊണ്ട് അതിനിടയിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയെ സംബന്ധിച്ച് അതിൻ്റെതായ സാവകാശം ഉണ്ടാകും. സാങ്കേതികമായിട്ടുള്ള കടമ്പകളുണ്ട്. ഞാനിപ്പോൾ എൻ്റെ വീട്ടിലേക്ക് ഐ എം നോട്ട് ഫോർ എ കോൺട്രവേഴ്സ്യൽ ഡിസ്കഷൻ ഓർ ഡിബേറ്റ് ആസ് സച്ച്. എൻ്റെ വീട്ടിലേക്കുള്ള പഞ്ചായത്ത് റോഡ്, എൻ്റെ വീട് മാത്രമല്ല നാട്ടിലേക്കുള്ള പഞ്ചായത്ത് റോഡുണ്ട്. അതിന് MLA ഫണ്ടിൽ ഞാൻ ഫണ്ട് അനുവദിച്ചിട്ട് ഒരു 6 മാസം കഴിഞ്ഞു. ഒരു കോൺട്രാക്ടർ ടെൻഡർ എടുത്തിട്ട് 6 മാസം കഴിഞ്ഞു. എൻ്റെ വീട്ടിലേക്കുള്ള റോഡ് കൂടി ആയതുകൊണ്ട്, ഒരുപാട് പേര് വരുന്ന റോഡായതുകൊണ്ട് ഞാൻ ആ കോൺട്രാക്ടറെ പലവട്ടം വിളിച്ചു. അയാൾ ഇനി ഞാൻ നാളെ ചെയ്യാമെന്ന് പറഞ്ഞിരിക്കുക. അങ്ങനെ നിരവധി അനുഭവങ്ങൾ സിദ്ദിഖിന് MLA എന്ന നിലയ്ക്കും ഐസക്കിന് മുനിസിപ്പൽ ചെയർമാനായിരുന്ന നിലയ്ക്കും അറിയാം. ഒരു പണിയെടുക്കുന്നതിന് ഇന്ന സമയം ഞങ്ങൾ പറഞ്ഞിട്ടില്ല. അറ്റ് ദി ഏർലിയസ്റ്റ് നിങ്ങളെല്ലാം ഉത്കണ്ഠയും ആകാംക്ഷയും താല്പര്യവും എല്ലാം പരിഗണിച്ചുകൊണ്ട് എത്രയും വേഗത്തിൽ അത് പൂർത്തീകരിക്കാം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.